നേരത്തെ ലൂണയുമായുള്ള കരാർ പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സ് നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പുതിയ പരിശീലകൻ വന്നതിന് ശേഷം തീരുമാനമെടുക്കാമെന്നായിരുന്നു ലൂണയുടെ നിലപാട്. കാരണം പുതിയ പരിശീലകന്റെ ഫോർമേഷനിൽ താരത്തിന് പ്രാധാന്യമുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം പുതിയ കരാറിൽ ഒപ്പിട്ടാൽ മതിയെന്നായിരുന്നു ലൂണയുടെ നിലപാട്. ലൂണ ബ്ലാസ്റ്റേഴ്സിന് പുതിയ കരാർ ഒപ്പുവെച്ചതോടെ ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകനും റെഡിയായി എന്ന സൂചനയാണ് ആരാധകർക്ക് ലഭിക്കുന്നത്. ഇവാൻ വുഗോമനോവിച്ചിന് പകരം ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കണ്ടെത്തിയെന്നും ആ പരിശീലകൻ ലൂണ തന്റെ ഫോർമേഷനിൽ വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ലൂണ ബ്ലാസ്റ്റേഴ്സിൽ കരാർ പുതിയതെന്നാണ് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കണ്ടെത്തിയെന്നും വരും ദിവസങ്ങളിൽ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇവാന് പകരം ബ്ലാസ്റ്റേഴ്സിൽ 100 പരിശീലകരാണ് പ്രൊഫൈലുകൾ അയച്ചത്. ഈ പ്രൊഫൈലുകളിൽ നിന്ന് 20 പേരെ ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ശേഷം അഭിമുഖം നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രക്രിയകൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ തിരഞ്ഞെടുത്തത്. ഉടൻ തന്നെ ആ പരിശീലകൻ ആരാണെന്ന കാര്യം ആരാധകർ അറിയും.